എങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് ഇവരൊക്കെ ആലോചിക്കുന്നത്. എല്ലാത്തൊരു നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ് കേട്ടോ. ഹലോ, അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇപ്പം നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഗുജറാത്തിലോട്ടാണ്. എല്ലാ ഞായറാഴ്ചയും ഇവിടെ കോഴിക്കോട് നിന്ന് ഗുജറാത്ത് പോർബന്ദർ വരെ പോകുന്ന വീക്കിലി എക്സ്പ്രസ്, സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിനാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സമയം 6 മണിയായി. ഞായറാഴ്ച ആയതുകൊണ്ട് സ്റ്റേഷനിൽ നല്ല തിരക്കാണ്. അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. തിരക്ക് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും തിരക്കാണ്. ഇപ്പോൾ സമയത്ത് 6 മണിയായി. 6:30 നമ്മളെ ട്രെയിൻ. 6:25 ഒരു 10 മിനിറ്റ് ലേറ്റാണ്. ഒരു 6:35 ആകുമ്പോഴത്തേക്ക് നമ്മളെ ട്രെയിന് ഇവിടെ എത്തുന്നുണ്ടാവും. അപ്പം അധികം ലേറ്റ് ആവാറില്ല ഈ ട്രെയിൻ. അവിടുന്ന് ഇത് തിരുവനന്തപുരം നോർത്തിലെ കൊച്ചുവേളിയിൽ നിന്ന് എടുക്കുന്ന ഒരു ട്രെയിനാണ്. അപ്പം എന്തായാലും നമുക്ക് കുറേ കാഴ്ചകളൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണാനുണ്ടാവും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സ്റ്റേഷനിൽ തിരക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടതല്ല, നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മളെ ചെന്നൈ മെയിലാണത്. അതിന് പോകാൻ വേണ്ടിയിട്ട് ആളുകൾ സ്ലീപ്പറിലോട്ടൊക്കെയാണ്, നമ്മുടെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറുന്ന പോലെയാണ് സ്ലീപ്പറിലോട്ടൊക്കെ ആൾക്കാർ കയറുന്നത്. RPF ഒന്നും വന്നിട്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല. എന്താ തിരക്ക് എന്നാ പറയേണ്ടത്. നിങ്ങൾ ഈ കയറുന്ന കാണുമെന്ന് വിചാരിക്കുന്നത് അതൊരു ജനറൽ കോച്ചാണ്. കേട്ടോ, അത് സ്ലീപ്പറാണ്. സ്ലീപ്പറിൻ്റെ അകത്തോട്ടേക്ക് കയറുന്നത്. ഇതൊക്കെ എങ്ങനെയാ കൺട്രോൾ ചെയ്യാം? 2 RPF അവരെന്ത് പറയാൻ, എങ്ങനെ പറയാൻ? അതിൻ്റെ കൂടെയാണെങ്കിൽ കനത്ത മഴയും. ഇത് വൃശ്ചിക മാസമാണെന്നുള്ളത് മഴയ്ക്ക് ഓർമ്മയില്ലാന്ന് തോന്നുന്നു. നമ്മുടെ ജൂൺ ജൂലൈ മാസമല്ലേ, ഇടവപ്പാതിക്കൊക്കെ പെയ്യുന്ന പോലെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, മഴ പെയ്യുന്ന സമയത്ത് നേരെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തോട്ടാണ് വെള്ളം വീഴുന്നത്. ആൾക്കാർ ഇറങ്ങി വരുന്ന സ്റ്റെപ്പിൻ്റെ ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളമാണ്. എല്ലാ പ്ലാറ്റ്ഫോമിലും നല്ല തിരക്കാണ്. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കണം, എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ തിരക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ട്രെയിന് ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു വേബ് 7 ആണ്. ലാലഗുഡ ഷെഡിന്റെ വേബ് 7 ആണ് നമ്മുടെ ലോക്കോ. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് തേർഡ് AC-യിലാണ്. ഞാൻ ഒരു മാസം മുന്നേ ബുക്ക് ചെയ്തതാ. പക്ഷെങ്കിൽ സീറ്റൊക്കെ കൺഫേം ആണ്. നമുക്ക് കിട്ടിയ സീറ്റ് എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമാണ്. ഞാൻ കാണിച്ചു തരാം കയറിയിട്ട്. ഇതാണ് നമ്മളെ ട്രെയിന് 20,909. സോറി, 20,910. 2021 മെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു കോച്ചാണ് കേട്ടോ. നമുക്ക് അകത്തോട്ട് കയറാം, തിരക്കൊക്കെ കഴിയട്ടെ. അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെ നമ്മുടെ ബെർത്ത് വരുന്നത്. ഇതാണ് പ്രശ്നം. ഡോറിൻ്റെ അടുത്ത് തന്നെയാ. അല്ല, നോക്കാം. ഇവിടെ ഡോറിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ബെർത്ത്. എപ്പോൾ ബുക്ക് ചെയ്താലും അങ്ങനെയേ കിട്ടുള്ളൂ. എന്താണെന്നറിയില്ല. ട്രെയിൻ എടുത്തു, പിന്നെ ഒരു രാത്രിയെ നമുക്ക് കിടക്കാനുള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുക. പിന്നെ പകലല്ലേ. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് കണ്ണൂരാണ്. കോഴിക്കോട് വിട്ടാൽ പിന്നെ കണ്ണൂരേ ഉള്ളൂ. വളരെ സ്റ്റോപ്പ് കുറവാണ് ഇതിന്. കേരളത്തിൽ തന്നെ സ്റ്റോപ്പ് കുറവാണ്. നോർമലി നമ്മൾ പോകുന്ന ട്രെയിനൊക്കെ കേരളത്തിൽ സ്റ്റോപ്പ് കൂടുതലായിരിക്കും, പുറത്തോട്ട് എത്തുമ്പോഴാണ് സ്റ്റോപ്പ് കുറയുക. പക്ഷേ ഈ ട്രെയിനിന് കേരളത്തിൽ തന്നെ സ്റ്റോപ്പ് കുറവാണ്. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ കണ്ണൂരെത്തും. ഇവിടെ ഇപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് നോക്കാം. നമ്മളിപ്പോൾ ഇവിടുന്ന് 6:48 ട്രെയിൻ എടുത്തത്. കണ്ണൂർ എത്ര മണിക്കാണ് നമുക്ക് എത്തുന്നത് നോക്കാം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൊയിലാണ്ടി എത്തുമ്പം കൊയിലാണ്ടി കാണിച്ചു തരാം. എൻ്റെ സ്റ്റേഷൻ അവിടെ സ്റ്റോപ്പൊന്നുമില്ല. നല്ല സ്പീഡിലായിരിക്കും ചിലപ്പം ഓവർടേക്ക് ചെയ്ത് പോവാം. സോറി, അത് സ്കിപ്പ് ചെയ്ത് പോവാം. എന്നാലും അവിടെ എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ സ്റ്റേഷൻ, എൻ്റെ നാട്. നമുക്കിനി ഭക്ഷണം കഴിക്കാണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ ചപ്പാത്തിയും ചിക്കനും. അത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാ. അപ്പോൾ അത് കഴിക്കണം, എന്നിട്ട് കിടന്നുറങ്ങണം. ഇപ്പോൾ ഉറങ്ങുമൊന്നുമില്ല. നമ്മൾ ഒരു 10 മണി വരെ എവിടെയൊക്കെ എത്തുമോ നോക്കാം. കണ്ണൂർ വിട്ടാൽ പിന്നെ മംഗലാപുരം, അങ്ങനെ എങ്ങനെയാണ് പോകുന്നത്. പിന്നെ അങ്ങോട്ട് എവിടെയൊക്കെ സ്റ്റോപ്പ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ കോഴിക്കോട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വീണ്ടും കോഴിക്കോടിനോട് നമ്മൾ വിട പറയാണ്. ഇനിയിപ്പം നാളെ രാത്രി നമ്മൾ അവിടെ ഗുജറാത്ത് എത്തും.
ഇത് പോർബന്ദർ വരെയാണ് പോകുന്നത്, പക്ഷെ ഞാൻ വഡോദര ഇറങ്ങും. അവിടെ സിറ്റി ബസ് പച്ച കളറിലെ ഈ റോഡ് നേരെ നമ്മൾ പോയാൽ മാനാഞ്ചിറ അവിടെ എത്തും. ക്രൗൺ തിയേറ്റർ, മാനാഞ്ചിറ സ്ക്വയർ, ആ ഭാഗത്തോട്ടാണ് ഈ റോഡ് പോകുന്നത്. ജഗദീഷിന്റെ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പാരമൺ ടവർ അന്വേഷിച്ച് വരുന്ന ഒരു ടാക്സി ഡ്രൈവറെ പറ്റിക്കുന്ന ഒരു സീനുണ്ട്. ആ പാരമൺ ടവർ ഹോട്ടലാണിത്. അതിൽ കാണിക്കുന്ന 4ാം ഗേറ്റ്. ആ മൂവി എന്താ കുറുക്കന്റെ കല്യാണം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. നമ്മുടെ സിറ്റി ബസ് ഇവിടെ നിന്ന് അവിടെ ഒരു സ്കൂൾ ബസ് നിർത്തിയിട്ട് കണ്ടോ? അതിന്റെ തൊട്ടപ്പുറത്തെത്തിയാ പിന്നെ മാനാഞ്ചിറയായി. ക്രൗൺ തിയേറ്റർ, അതുപോലെ നമ്മുടെ കോഴിക്കോട് ടൗൺ ഹാള്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കോഴിക്കോട് ക്രൗൺ തിയേറ്റർ. കൂടുതൽ ഇംഗ്ലീഷ് മൂവീസ് മാത്രമാണ് ഇവിടെ ഉണ്ടാവാറ്. നല്ല തിയേറ്ററാണ് കോഴിക്കോട്. നല്ല പഴക്കമുള്ള തിയേറ്ററാണ്. ഇപ്പോഴും നല്ല ബെസ്റ്റ് തിയേറ്ററാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടുള്ളതാണ് കോഴിക്കോടുള്ള പ്രസിദ്ധമായിട്ടുള്ള ടൗൺ ഹാള്. ഒരുപാട് മൂവീസിലും ഒക്കെ വന്നിട്ടുണ്ട്. ടൗൺ ഹാള്, ആർട്ട് ഗാലറി. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കോഴിക്കോട് ഗവൺമെൻറ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ്. ബാത്റൂമിൻ്റെ അവസ്ഥ ഇപ്പം കുഴപ്പമൊന്നുമില്ല, വെള്ളമൊക്കെ ഉണ്ട്. ഇതിൽ ലിക്വിഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലീനൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ എത്തുന്ന സമയത്ത് എന്താ അവസ്ഥ എന്ന് അറിയില്ല. സ്മെല്ലിന് വേണ്ടിയിട്ടുള്ളത് അതൊന്നുമില്ല. വെള്ളമുണ്ട്, കുഴപ്പമൊന്നുമില്ല. വലിയ വൃത്തിയൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ തുപ്പിയിട്ടിട്ടൊക്കെ ഉള്ള പ്രശ്നമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് എത്തുമ്പം ഇതിലും മോശമാവുന്ന തോന്നുന്നത്. കണ്ടോ, 108, 109, അതായത് 110 ഇവിടുത്തെ മാക്സിമം സ്പീഡ് ഈ റൂട്ടില്. അതായത് കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ ഏറ്റവും മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 110. ആ സ്പീഡ് എടുത്തിട്ടാണ് വണ്ടി പോകുന്നത്. കാരണം ഓരോരുത്തരുടെ റെയിലിന്റെ കപ്പാസിറ്റി ഉണ്ട്. ചില സ്ഥലത്ത് 80 പറ്റുള്ളൂ, ചില സ്ഥലത്ത് 130 വരെ പറ്റും, ചില സ്ഥലത്ത് 160 പറ്റും. നമ്മുടെ ഈ കോഴിക്കോട് കണ്ണൂർ ആ ഏരിയയിൽ 110 വരെ എടുക്കാൻ പറ്റും. അതിന്റെ മാക്സിമം എടുത്തിട്ടാണ് ട്രെയിൻ പോകുന്നത്. ഇപ്പം കുറച്ച് കുറയുന്നുണ്ട്. 110 ആ ഒരു സ്പീഡ് തന്നെ പോയിക്കൊണ്ടിരിക്കുക. സ്റ്റേഷൻ ഇതിന്റെ ബാക്കിൽ ലോക്കൽ വരാനുണ്ട്, അതിന് വെയിറ്റ് ചെയ്യുന്നവരാ. ഇതാണ് രാത്രിയിലെ ഭക്ഷണം എന്ന് പറയുന്നത്. എത്ര ചപ്പാത്തിയാണ്? 3 ചപ്പാത്തി, ചിക്കൻ. അപ്പോൾ നമുക്കിത് കഴിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയിപ്പം ബ്രഷ് ചെയ്തിട്ടില്ല, ബ്രഷ് ചെയ്യണം. ഈ ഡോറിൻ്റെ അടുത്ത് കിട്ടിയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഒന്ന് പുറത്തെ ലൈറ്റ് ഓഫ് ആവില്ല. അപ്പം അത് രാത്രി നമ്മൾ ഉറങ്ങുമ്പം അതിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഞാൻ ആളുകൾ എല്ലാ ടൈമും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേക്കും. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അത് എന്താ അറിയില്ല, എപ്പോൾ ബുക്ക് ചെയ്താലും ഇവിടെ കിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടു കേട്ടോ. കണ്ണൂർ കഴിഞ്ഞിട്ട് മംഗലാപുരം പറഞ്ഞത്, അതിൻ്റെ ഇടയ്ക്ക് കാസർഗോഡ് ഇതിന് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. വിട്ടുപോയതാണ്. കാസർഗോഡുകാർക്ക് ഒന്നും വിചാരിക്കരുത്. നമ്മൾ കണ്ണൂർ അടുത്തത്, പിന്നെ കാസർഗോഡ്, മംഗലാപുരം, ഉടുപ്പി, അങ്ങനെ പോകും. നമുക്ക് നോക്കാം. രാത്രി ഏകദേശം ഉറങ്ങാനാവുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഉടുപ്പിയൊക്കെ എത്ര മണിക്ക് എത്താൻ നോക്കാം. അല്ലെങ്കിൽ മംഗലാപുരത്ത് നിന്ന് നമുക്ക് ഉറങ്ങാം. നോക്കാം എവിടെ എത്താന്ന്. ഇനിയിപ്പം 7:45 ആകുമ്പോഴത്തേക്ക് നമ്മൾ കണ്ണൂരെത്തും. ഇപ്പം കണ്ടോ, നമുക്ക് AC യുടെ കാര്യത്തിലോ മൊബൈൽ ചാർജിങ് പോയിന്റിൻ്റെ കാര്യത്തിലോ ലൈറ്റ്, ഫാന്, അങ്ങനെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഈ നമ്പറിൽ ഒന്നുക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിച്ചാൽ മതി. ഇതെല്ലാ ട്രെയിനിലും ഇത്തരത്തിലുള്ള സൗകര്യമുണ്ട്. ഇത് കറക്റ്റ് അവർ വന്നിട്ട് എന്താണോ പ്രശ്നം അത് സോൾവ് ചെയ്ത് തരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളിതാ കണ്ണൂരോട്ട് കയറാൻ പോവാ. അവിടുന്ന് കോഴിക്കോട് നിന്ന് 90 കിലോമീറ്റർ 67 മിനിറ്റ് കൊണ്ട് നമ്മൾ കവർ ചെയ്തു. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് 67 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തി കോഴിക്കോട് നിന്ന് കണ്ണൂരോട്ട്. കുറച്ചുകൂടെ നേരത്തെ എത്തുമായിരുന്നു. ഞാൻ 1 മണിക്കൂറിന് മുന്നേ എത്തുമായിരുന്നു. തലശ്ശേരി കുറച്ച് നേരം പിടിച്ചിട്ടു ട്രെയിന്. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഇവിടെ എത്തുമായിരുന്നു.
കോഴിക്കോട് കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റേഷൻ. ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് കാസർഗോഡാണ്, പിന്നെ മംഗലാപുരം. നമുക്ക് അവിടെ കൊയിലാണ്ടിൽ നിന്ന് കോഴിക്കോടേക്ക് പോകാൻ വേണം 1 മണിക്കൂർ. പക്ഷെ ഈ ട്രെയിന് കോഴിക്കോട് നിന്ന് കണ്ണൂർ വരെ എടുത്തത് 1 മണിക്കൂറാ. അങ്ങനെ ഇവിടെ കണ്ണൂരിൽ നിന്നും നമ്മളെ ട്രെയിൻ എടുത്തു. ഇനിയിപ്പോ അടുത്ത സ്റ്റേഷൻ വരുന്നത് കാസർഗോഡാ. ഇപ്പോഴും മഴയാണ്. ഡിസംബർ മാസത്തിലാണ്, ജൂലൈയിൽ ഇല്ലാത്ത മഴ. ജൂൺ ജൂലൈ സമയത്ത് ഇടവപ്പാതിക്ക് പെയ്യുന്ന മഴ ഇത്ര ഉണ്ടാവില്ല സാധാരണ. അതിലും മഴയാണ് ഡിസംബർ മാസത്തില്. എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഡിസംബർ മാസത്തിൽ മഴ പെയ്യുന്നത് കുറേ കാലത്തിന് ശേഷമാണ്. അങ്ങനെ കണ്ണൂരും കഴിഞ്ഞു. നമ്മളിത് അങ്ങനെ കാസർഗോഡ് എത്തി. ഇനിയിപ്പോ ഇവിടുന്ന് അടുത്ത സ്റ്റേഷൻ വരുന്നത് മംഗലാപുരാ. ഏകദേശം 9:30 ഇനി ഇതിൽ ബാക്കിയുള്ള ബർത്തിലൊക്കെ ആളുകൾ മംഗലാപുരത്ത് നിന്നാണ് കയറാനുള്ള. മംഗലാപുരം എത്തുമ്പോൾ എന്തായാലും 10:30 ആവും. അത്ര എന്തായാലും വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഇന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് രത്നഗിരി ഒക്കെ ആയിരിക്കും. രത്നഗിരി എത്താറാകുമ്പോഴേക്ക് 8 മണിക്കാണ് രത്നഗിരി എത്തുന്നത്. അപ്പൊ ഏകദേശം രത്നഗിരി ഒക്കെ എത്താറാകുമ്പോഴേക്കും നമ്മൾ എണീക്കുക. നമുക്കിനി രത്നഗിരിയോട്ടുള്ള കാഴ്ചകളൊക്കെ നാളെ രാവിലെ കാണാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പൊ ഗുഡ് മോർണിംഗ്. നമ്മുടെ ട്രെയിന് ഇപ്പൊ ഏകദേശം 1 മണിക്കൂർ ലേറ്റ് ആയിട്ട് അവിടുന്ന് നമ്മൾ രത്നഗിരി എത്തേണ്ട സമയമായി. ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പൊ സമയം 8 മണിയായി. ഏകദേശം 9 മണിയാവും നമ്മളെ ട്രെയിൻ അവിടെ എത്തുന്ന സമയത്ത്. അപ്പൊ നമ്മള് ഓരോ തുരങ്കത്തിലൂടെ കയറുക ഇറങ്ങുക. കൊങ്കൺ റൂട്ടിലെ ഇഷ്ടം പോലെ തുരങ്കങ്ങളും പാലങ്ങളും. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം റെയിൽവേ ഏറ്റെടുത്ത ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഈ കൊങ്കൺ റെയിൽ എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാർ പോലും നടക്കൂല എന്ന് പറഞ്ഞ ഒഴിവാക്കിയ ഒരു പ്രൊജക്റ്റാണ് ഈ ശ്രീധര സാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തി കാണിച്ചു കൊടുത്തത്. ശരിക്കും ഒരു അത്ഭുതമാണ്. എങ്ങനെ ഇത് ഉണ്ടാക്കിയെന്ന് നമുക്ക് തോന്നുന്നു അന്ന് ആ കാലത്ത്. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് ഈ മഹാരാഷ്ട്ര ഗുജറാത്ത് ഭാഗത്തോട്ടൊക്കെയുള്ള യാത്ര എത്രമാത്രം സുഖപ്രദമായി എന്നറിയും. ഈ കൊങ്കൺ റെയിൽവേ വന്നതുകൊണ്ട് ഇപ്പൊ കൊങ്കണിലൂടെയുള്ള യാത്രയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് രത്നഗിരി എത്തിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞത്, ഇന്നലെ യാത്രയത്തെ ഒരു അനുഭവമാണ്. ഇത്രയും മോശമായിട്ടുള്ള യാത്രക്കാര് ഉണ്ടായാൽ എങ്ങനെയാ റെയിൽവേയിൽ നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, രത്നഗിരി എത്തുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പൊ നമുക്കിനി നല്ല കോടയുണ്ട് പുറത്തൊക്കെ, അതിന്റെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എണീക്കുമ്പോൾ ഒരു 7 മണിയായി. പിന്നെ ഒന്ന് ഫ്രഷ് ഒക്കെ ആയി ഒന്ന് സെറ്റിൽ ആയപ്പം 8 മണിയായി. നമ്മളൊരു 9 മണിയാകുമ്പോഴത്തേക്ക് എന്തായാലും രത്നഗിരി എത്തും. അപ്പൊ ഒരു തുരങ്കത്തിനുള്ളിലാണ് ഉള്ളത്. 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ഒക്കെ നീളമുള്ള തുരങ്കങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കുക, അത് എങ്ങനെ ഉണ്ടാക്കിയതായിരിക്കും അല്ലെ. ശരിക്കും അത്ഭുതമാണ്. നമുക്ക് പ്രൈഡായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് കൊങ്കൺ റെയിൽവേ. ആ കാലത്ത് നമ്മള് ബ്രിട്ടീഷുകാർ ഒഴിവാക്കി പോയത് അവർക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് നമ്മളത് നടത്തി കാണിച്ചു കൊടുത്തു. അടിപൊളിയായിട്ടുള്ളൊരു സംഭവം അല്ലേ. നമ്മൾ ഇവിടുന്ന് ഒരു തുരങ്കത്തിലോട്ട് കയറാൻ പോവാ. രത്നഗിരി എത്തുന്നതിന്റെ തൊട്ട് മുന്നായിട്ട് ഒരു വലിയ തുരങ്കമുണ്ട്. അതെല്ലാം തോന്നുന്നു അത് അതിന്റെ മുന്നേ ഉള്ളതാണ്.
ഇപ്പൊ ഇവിടെ അടവാലിൽ നിന്നൊരു സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടതാ. അവിടെ കണ്ടോ ട്രാക്കിന്റെ പണി നടക്കുന്നുണ്ട്. നമ്മളിതാ ഇപ്പൊ രത്നഗിരി എത്തി. അവിടെ കിടക്കുന്നുണ്ട്, ഇന്ത്യതാ ബാക്കിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറയാൻ വന്ന കാര്യം എന്താ അറിയോ, ഇന്നലെ ഒരു 10:15 എന്ന സമയത്ത് മംഗലാപുരം വണ്ടി എത്തിയപ്പം ഒരു 4 പേര് കയറി, ഒരു ഫാമിലിയാ. അപ്പം ശരിക്കും 10 മണി കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയാൽ ആ ലൈറ്റ് ഒന്നും ഇടാൻ പാടില്ല എന്നാണ് റൂള്. പക്ഷേ ഞാൻ ഇടാറില്ല കേട്ടോ, കാരണം നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. പക്ഷെ അങ്ങനെ ഇവർ ലൈറ്റൊക്കെ ഇട്ട് ഞാൻ വിചാരിച്ചു ഇവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ ഒരു 10-15 മിനിറ്റ് ഒക്കെ എടുക്കുമല്ലോ. അപ്പോൾ 10:15 കഴിഞ്ഞു, 10:30 ലൈറ്റ് ഓഫ് ആക്കുന്നില്ല, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 10:45, 11 മണിയായി. 11:30 വരെ ആലോചിച്ച് നോക്കണേ, 10:15 കയറിയ 11:30 വരെ അവർ സെറ്റ് ആവാതെ, അവർ ബെഡൊന്നും വിരിക്കാതെ അവരിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന യാത്രക്കാർ ഒരു ട്രെയിനിൽ കയറി ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ അവർ ഫസ്റ്റ് ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഒരു കൂപ്പി എങ്ങാൻ ബുക്ക് ചെയ്തിട്ട് പോകണം. എന്നിട്ട് 11:30 ഞാൻ പറഞ്ഞിട്ടാണ് അവർ ലൈറ്റ് ഓഫ് ചെയ്തത്. ഇത്ര മാത്രം മോശം ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് ഇവരൊക്കെ ആലോചിക്കുന്നത്. വല്ലാത്തൊരു കഷ്ടം തോന്നി എനിക്ക്. ഞാൻ പിന്നെ വിചാരിച്ച ആൾക്കാർ സ്വയം ബോധം വേണ്ടേ, മനുഷ്യരായാൽ അതില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. ഇങ്ങനെ ആൾക്കാരുണ്ട്, ഒരു ഉത്തരവാദിത്വം മറ്റുള്ളവർ ഉറങ്ങണമെന്നോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതോ എന്നുള്ളൊരു തോന്നലോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനത്തെ കുറെ ആളുകൾ ട്രെയിനിൽ കയറിയുള്ള ബുദ്ധിമുട്ടാണ് ഈ പറയുന്നത്. ഇങ്ങനെയും നമ്മൾ പലതും ഫേസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് ഒരു അനുഭവം. വല്ലാത്ത കഷ്ടമല്ലേ, ആലോചിച്ച് നോക്ക്. നമുക്ക് ആവശ്യത്തിന് നമ്മൾ ലൈറ്റ് ഇട്ടാലൊന്നും കുഴപ്പമില്ല, 11:30 വരെ ലൈറ്റ് വിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, വല്ലാത്ത കഷ്ടം. ശരിക്ക് ദേഷ്യം വന്നു. ആളുകൾ ഇങ്ങനെ ആവാൻ പാടില്ലല്ലോ. എന്തായാലും നമ്മൾ രത്നഗിരി എത്തി. ഇനി അടുത്ത രസം എന്ന് വെച്ചാൽ ഇനി നമ്മൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് 1:15 ആ ടൈമിനാണ്. ഇപ്പോൾ ഇവിടെ 9 മണിക്കല്ലേ എത്തിയത്, 10, 11, 12, 4-4.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ അടുത്ത സ്റ്റോപ്പ് വരുന്നുള്ളൂ. ഞാൻ ഭക്ഷണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു എന്തെങ്കിലും ഇവിടുന്ന് കിട്ടുമെങ്കിൽ വാങ്ങാം. എന്തായാലും ചായ കുടിക്കട്ടെ, ചായ കുടിക്കണം. ഞാൻ ഇവിടുന്ന് ഒരു പേരക്ക വാങ്ങിച്ചു. ഇപ്പം രാവിലെ നമുക്കിത് കഴിക്കാം, ഇതല്ലേ നല്ലത്. വേറെ വടാപ്പാവ് അതൊന്നും കഴിക്കേണ്ടെന്ന് വെച്ചിട്ടാ നമുക്കിത്. അതിലയാൾ ഉപ്പിടും മറ്റേ മുളകും, ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം പേരക്കാകുമ്പം കുഴപ്പമില്ല, നല്ല ടേസ്റ്റുമാണ്, നമുക്ക് കഴിക്കാനും പറ്റും. ഇത് കണ്ടോ, ഇതാണ് റോറോ സർവീസ്. ട്രെയിനിൻ്റെ അകത്ത് ലോറികളൊക്കെ വെച്ചിട്ട് ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നൊരു സിസ്റ്റമാണ്. കാരണം ഈ ലോറികൾ ഇപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് കേരളത്തിലേക്കാന്ന് വെച്ചോ, അവിടെ എത്താൻ എത്ര സമയം എടുക്കും, അവർക്ക് ഒരുപാട് പൈസ ചെലവുണ്ട്. പക്ഷെ ഇത്തരത്തിൽ ഒന്നിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അതിനേക്കാൾ ലാഭത്തിൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് റോറോ സർവീസ് എന്ന് പറയുന്നത്. ഒരേ സമയം ഇതുപോലെ ഒരുപാട് ലോറികൾ കൊണ്ടുപോകാൻ പറ്റും. അതിന്റെ ഡ്രൈവേഴ്സും ക്ലീനേഴ്സും ഒക്കെ അതിൽ തന്നെ ഉണ്ട്. കണ്ടോ, വലിയ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മളെ നാട്ടിൽ ഇടയ്ക്ക് കാണാം ഇങ്ങനെ കൊണ്ടുവരുന്നത്, പക്ഷെ കുറവാ. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള റോറോ സർവീസുകൾ കാണാൻ പറ്റും. അങ്ങനെ അവിടുന്ന് നമ്മുടെ ട്രെയിൻ എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് 1:15 പനവേലാണ്. ഏകദേശം 4.5 മണിക്കൂർ കഴിഞ്ഞിട്ട്. ഇത്രയും നേരം നോൺ സ്റ്റോപ്പായിട്ടാണ് വണ്ടി ഓടുന്നത്.
നമ്മളിപ്പം കേടൊക്കെ കഴിഞ്ഞു, കേടെന്ന് പറയുന്ന സ്റ്റേഷനൊക്കെ കഴിഞ്ഞു. പനവേലേക്ക് എത്താൻ ഇനിയും സമയം എടുക്കും. ഇപ്പൊ 1:15 കാണിക്കുന്നത്. നേരത്തെ നമ്മൾ 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നില്ലേ വണ്ടി, ഇപ്പൊ വെറും 15 മിനിറ്റേ ലേറ്റ് ഉള്ളൂ. ഒക്കെ റണ്ണിങ് പിടിച്ചു. കാരണം വെച്ചാൽ ഇങ്ങനെ ലോങ് പോകുന്ന ട്രെയിനുകൾക്ക് ഒരുപാട് സ്ലാക്ക് ടൈം ഓടും. സ്ലാക്ക് ടൈം എന്ന് പറഞ്ഞാല് ഈ ട്രെയിന് നോർമലി എത്താൻ വേണ്ട സമയത്തേക്കാൾ കൂടുതൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗ്യാപ്പുകൾ വരുന്ന സമയത്ത് ട്രെയിൻ എന്ത് ചെയ്യും, ടൈം വീണ്ടും കറക്റ്റ് തന്നെയാവും. വിജനമായ റോഡുകളും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ മലകളും. ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് വെറുതെ കിടക്കുന്ന ഭൂമികൾ, അതായത് എന്തെങ്കിലും സംരംഭങ്ങൾ ഉണ്ടാവും, ഒറ്റപ്പെട്ട കുറച്ച് വീടുകൾ ഉണ്ടാവും, ബാക്കിയൊക്കെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ കാണാം. തരിശ് ഭൂമി എന്ന് പറയില്ലേ നമ്മള്. കൊങ്കൺ റൂട്ടിലൂടെ യാത്ര ചെയ്യാനുള്ള ഏറ്റവും അടിപൊളി സമയം എന്ന് പറയുന്നത് നമ്മുടെ മൺസൂൺ കാലമാണ്. മൺസൂൺ കാലമൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ ഇപ്പൊ പോയി. പക്ഷെ നമ്മുടെ നാട്ടിലെ മഴയ്ക്ക് അത് അറിയില്ല കേട്ടോ. ഇപ്പോഴും വിചാരം മൺസൂൺ ടൈമാണ് എന്നാ. കാരണം മൺസൂൺ കാലത്ത് പെയ്യുന്ന പോലെ തന്നെ നാട്ടിൽ മഴ പെയ്തുകൊണ്ടിരിക്കുക. അതിലേക്ക് എന്താ മഴ! പക്ഷെ ഡിസംബർ ഇവിടെയൊക്കെ എല്ലാ നദികളും വെള്ളം കുറഞ്ഞു. മൺസൂൺ ടൈമില് ആ ഒരു മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പം ഈ ഒരു കൊങ്കൺ റൂട്ടിൽ പോകണം. അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ട്രെയിൻ നല്ല സ്പീഡിലാണ് പോകുന്നത്. എനിക്ക് എത്രയാ നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് 110 ആ ഒരു സ്ട്രെച്ച് തന്നെയാണ് വണ്ടി പോകുന്നത്. ഇതൊക്കെ കണ്ടോ, അങ്ങനെ തരിശ് ഭൂമികള്. അവിടെ എന്തോ ഒരു ഫാക്ടറിയുടെ 2 ഷോപ്പ് മോഡല് കാണാൻ പറ്റും. ആ ഭാഗത്തൊക്കെ ഒരുപാട് ഫാക്ടറീസ് ഉണ്ട്. അതിൻ്റെ ഒക്കെ കുഴലുകൾ നമുക്ക് കാണാൻ പറ്റും. നല്ല വെയിലുണ്ട്. വെയില് ഇങ്ങനെ ഒരു സ്ട്രോങ് കൂടി വരിക. ഈ സൈഡ് വെയിൽ കുറവായിരുന്നു, ഇനിയിപ്പോൾ ഈ ഭാഗത്താണ് വെയിൽ വരിക. മൺസൂൺ ടൈമിൽ ഈ റൂട്ടിൽ തന്നെ നമ്മൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ല, അതൊക്കെ ഒന്ന് പോയി കാണാം. മൺസൂൺ എങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറയുമ്പം നിങ്ങൾക്ക് തോന്നുമല്ലോ. അപ്പം അതിന്റെ വീഡിയോസ് ഉണ്ട്. നല്ല അടുത്ത ചെറിയൊരു പാലമാണ്. പനവേലെത്തി. പനവേൽ ഉച്ച സമയത്ത് എത്തുമ്പം ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ നാടൻ ഭക്ഷണം, അതായത് മീൻകറി ഊണും കിട്ടുന്ന ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അവരുടെ നമ്പർ ഞാൻ മുന്നേ നോട്ട് ചെയ്ത് വെച്ചിരുന്നു, പിന്നെ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. അപ്പം ഇപ്പം ഞാൻ വെറുതെ പ്ലാറ്റ്ഫോമിലൂടെ ഇറങ്ങി നടന്നപ്പോൾ ഞാൻ അവരെ കണ്ടു. അങ്ങനെ അവരുടെ അടുത്ത് പിന്നെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ആ മീൻകറി ഊണും വാങ്ങിച്ചിട്ടുണ്ട്. കാരണം അത് നല്ല ഭക്ഷണമാണ്. ഈ വരുന്ന വഴിയിൽ ഉച്ച സമയത്ത് പനവേലെത്തുമ്പം എല്ലാവരും വാങ്ങി കഴിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നല്ല ടേസ്റ്റുള്ള മീൻകറി ഊണാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഭാഗ്യം. ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നേ, നേരത്തെ ഞാൻ വിചാരിച്ചു എന്തായാലും ആ നട്ട്സും ആ ഒരു ഇതൊക്കെ കഴിച്ചിട്ട് നിൽക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരു ഇത് കിട്ടിയോണ്ട് നല്ലൊരു കാര്യമായി. ഞാൻ കാണിച്ചു തരാം എങ്ങനെ. അവരുടെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഉച്ചയ്ക്ക് പനവേൽ എത്തുവാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാം. ഇവിടെ കണ്ടോ ഒരുപാട് കണ്ടെയ്നർ കൊണ്ടുപോകുന്ന
ഗുഡ്സ് ട്രെയിനുകൾ കാണാൻ പറ്റും. ഇതൊന്നും നമ്മളെ നാട്ടിലോട്ടില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടെയ്നറിന്റെ ഒരു കോറിഡോർ തന്നെ ഉണ്ട്. ഇത് പോകാൻ വേണ്ടി മാത്രം ട്രാക്കുകൾ, സെപ്പറേറ്റ് ട്രാക്കുകൾ ഒരുപാട് വെച്ചിട്ടുണ്ട്. ഓരോ കമ്പനിയുടെ ഓരോ ഇവിടെയൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ, അതായത് സ്റ്റേഷന്റെ റിനോവേഷന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കും. ഒക്കെ വലിയ വലിയ വർക്കുകളാണ് വരുന്നതൊക്കെ. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പനവേലെത്തുന്ന സമയത്ത് നമുക്ക് ഫുഡ് കിട്ടും. ഇത് മലയാളികൾ തന്നെ നടത്തുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അകത്തുള്ളത് നോക്കാം. നല്ല കുറുവേരിയുടെ ചോറ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സാമ്പാർ, ഇതാണ് നമ്മുടെ മീൻകറി വരുന്നുണ്ട്, പിന്നെ ഒരു ഉപ്പേരിയും ഒരു അച്ചാറുണ്ടായിരുന്നു, ഒരു അച്ചാറും. കുറേ ഐറ്റംസ് ആയിട്ട് 100 രൂപയാണ് ഇതിനവർ ചാർജ് ചെയ്യുന്നത്. നമ്മുടെ കുറുവേൻ്റെ ചോറ്, മീൻകറി ഉണ്ട്, ഉപ്പേരി ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്. നമുക്കിനി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. നല്ല നാടൻ മീൻകറി കേട്ടോ, നല്ല എരിവുണ്ട്, നല്ല എരിവുണ്ട്. പീസ് നല്ല അയലക്കറിയാണ്, അയലയുടെ ഒരു പീസ്, പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ട്, സാമ്പാറും. പിന്നെ ഇത് നല്ല നാടൻ മീൻകറി, നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ സാധനം, നല്ല എരിവുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കഴിച്ചു നോക്കാം. അതുപോലെ തന്നെ ഈ ഉപ്പേരി നമ്മുടെ പടവലമല്ലേ, അതും പയറും കൂടെ ഇട്ടിട്ട് അതും ടേസ്റ്റ് ഉണ്ട്. സാമ്പാറും കൊള്ളാം, നല്ല തിക്കാണ്, വെള്ളം പോലെ ഒന്നല്ല, അടിപൊളിയാണ്. ഭക്ഷണം കഴിച്ചു കേട്ടോ, നല്ല ഭക്ഷണമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. വെർത്താണ്. അപ്പോൾ നിങ്ങൾ പനവേൽ എത്തുന്ന സമയത്ത് ഉച്ചയ്ക്കൊക്കെയാണ് എത്തുന്നതെങ്കിൽ ഈ ഒരു ഫുഡ് ഞാൻ കൊടുത്ത നമ്പർ മറ്റേ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അവരെ വിളിച്ചാൽ മതി. വിളിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ അവിടെ ഉണ്ടാവും, ചിലപ്പം കിട്ടിയില്ലെങ്കിലും ഒന്ന് വിളിച്ചിട്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് വാസായി റോഡിലാണ്, 3 മണിയാകുമ്പോഴേക്ക് എത്തും. പുറത്ത് നല്ല പൊടിക്കാറ്റാണ്, അതുകൊണ്ട് നമുക്കിനി കുറച്ച് നേരം ഞാൻ വിചാരിക്കുന്നു കുറച്ച് റെസ്റ്റ് ചെയ്യാമെന്നാണ്. എന്നിട്ട് നമുക്കൊരു വാസായി റോഡ് എത്തുമ്പോൾ എണീക്കുവാണെങ്കിൽ അവിടെ വെച്ച് കാണാം, ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റേഷനിൽ വെച്ചിട്ട്. ഇവിടെയൊക്കെ കുറേ പണി നടക്കുന്നുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ആ ഭാഗത്ത് നിങ്ങൾ 2 ട്രാക്ക് കണ്ടോ, അത് ഗുഡ്സ് ട്രെയിനിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ട്രാക്കുകൾ, അതായത് ചരക്ക് നീക്കം കൂടുതൽ സുഗമമാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ട്രാക്ക് ഗുഡ്സ് ട്രെയിനിന് വേണ്ടിയിട്ടില്ലല്ലോ, ഇവിടെ ഉണ്ട്. കാരണം റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് ഇതുപോലുള്ള ഗുഡ്സ് ട്രെയിനുകളിൽ നിന്നാണ്, പാസഞ്ചർ ട്രെയിനുകളിൽ നിന്ന് ലാഭം കുറവ്. അതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ ഗുഡ്സിന് വേണ്ടി മാത്രം ട്രാക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചേരം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. നമ്മുടെ മഹാരാഷ്ട്രയിലെ ലാസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പൽഗാർ ആയിരുന്നു. പൽഗാർ ഒരു 10-20 മിനിറ്റ് മുന്നേ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ, ഈ ട്രെയിനിന്റെ സ്റ്റോപ്പ് വരുന്നത് സൂറത്തിലാണ്. സൂറത്ത് എത്തുമ്പോൾ 6:30 ആവും. അത് ഗുജറാത്തായില്ലേ. നമ്മളപ്പോ കേരളത്തിൽ നിന്ന് കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, 5 സ്റ്റേറ്റ് കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു ട്രെയിന്. ഇപ്പൊ 6:30 സൂറത്താണ് അടുത്ത ഒരു സ്റ്റോപ്പ് വരുന്നത്. ഇവിടെയൊക്കെ എന്ന് വെച്ചാല് നേരത്തെ നമ്മൾ കണ്ടതിനേക്കാളും കുറച്ചുകൂടി തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ കാണിച്ചു തരാം. ചെറിയ രീതിയിൽ പൊടിക്കാറ്റടിക്കുന്നുണ്ട്. നമ്മളന്ന് യു പിയിലോട്ട് കയറിയ സമയത്ത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വാരണാസി ഞാൻ പോയിട്ട് വാരണാസി ഒരു 5 എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട്, 5 വീഡിയോസ് ആയിട്ട്. അപ്പൊ അതിൽ നമ്മൾ വാരണാസിയിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ വൈകുന്നേരം ഇരുടാവുമായിരുന്നു, ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഇരുടാവുമായിരുന്നു. ഗുജറാത്ത് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഇവിടെ രാവിലെ വൈകിട്ടാണ് വെയിൽ വരിക, അതായത് വെളിച്ചമൊക്കെ വരിക. അതുപോലെ വൈകുന്നേരം കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് ഇരുട്ട് വരിക. അപ്പൊ ഇതേപോലെ തന്നെയുള്ള വീടുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ വീടുകളും അങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ തന്നെയാണ് ട്രെയിൻ പോകുന്നത്. ഇനിയിപ്പോ സ്റ്റോപ്പൊന്നുമില്ല, സ്റ്റോപ്പ് വരുന്നത് സൂറത്തിലേ ഉള്ളൂ. ഈ ഭാഗത്തൊക്കെ ഒരുപാട് വ്യവസായങ്ങളൊക്കെ ഉള്ള ഏരിയ. മഹാരാഷ്ട്രയുടെ തന്നെ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ളത് ഈ ഒരു നോർത്ത് ഏരിയയിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തൊക്കെ കുറെ ഇങ്ങനത്തെ വലിയ വലുതും ചെറുതും രണ്ടും ഉണ്ട്. ഇഷ്ടംപോലെ കാണാം ചെറുതും വലുതുമായിട്ടുള്ള ഒരേ
വ്യവസായശാലകൾ. ആ പോകുന്നത് മുംബൈ ഗുജറാത്ത് എക്സ്പ്രസ് ഹൈവേ ആണ്, 6 വരി പാത. ഇപ്പഴാ സമയം 6:30 ആവാറായി. നമ്മൾ സൂറത്തിലോട്ട് എത്തി. ഇനിയിപ്പോ സ്റ്റേഷനിലോട്ട് എത്താനുള്ളൂ. ഈ കാണുന്നൊക്കെ സൂറത്ത് സിറ്റിയാണ്. അവിടെ സ്റ്റേഷനിൽ സിഗ്നൽ കിട്ടുന്നോണ്ടായിരിക്കണം ഒരു 5 മിനിറ്റ് നമ്മളെ തൊട്ട് മുന്നിൽ പിടിച്ചിട്ടതാ. അങ്ങനെ നമ്മളിതാ സൂറത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട്. ഇന്ത്യയിലെ വജ്ര നഗരിയാണ് സൂറത്ത്. ഏറ്റവും കൂടുതൽ വജ്ര വ്യാപാരികളൊക്കെ ഉള്ളത് സൂറത്തിലാണ്. ആ സൂറത്തിലോട്ടാണ് നമ്മളിപ്പോൾ എത്തുന്നത്. ഗുജറാത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റികളിൽ ഒന്നുകൂടിയാണ്. 6:40 ഏകദേശം ഇരുടായി വരുന്നുണ്ട്. അവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. അത് KSR ബംഗളൂരിലേക്ക് പോകുന്ന ട്രെയിനാട്ടോ അത് ആ കിടക്കുന്നത്. പ്ലാറ്റ്ഫോം അപ്പുറത്തെ ഭാഗത്താ. സൂറത്ത് എഴുതിയത് അവിടെ 2 ട്രെയിൻ കിടക്കുന്നോണ്ട് കാണൂല. ഇതാണ് വിസ്റ്റഡോം കോച്ച്. നമ്മൾ ഒരിക്കൽ ഇതിൽ യാത്ര ചെയ്യും, എപ്പോഴെങ്കിലും ഒരിക്കല്. അതൊരു ശതാബ്ദി എക്സ്പ്രസ്സാ. നമുക്ക് ഇതുവരെ അതിൽ പോകാൻ പറ്റിയിട്ടില്ല. 2 പ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്തിരുന്നു, നടന്നില്ല. നമ്മൾ ഒരിക്കൽ അതിൽ യാത്ര ചെയ്യും എന്തായാലും. ഇത് സൂറത്ത് നിന്ന് മുംബൈ സെൻട്രലിലോട്ട് പോകുന്ന ഒരു ശതാബ്ദി എക്സ്പ്രസ് ആണ്. ശതാബ്ദി എക്സ്പ്രസ്സുകൾ എന്ന് വെച്ചാല് സിറ്റിംഗ് റിസർവേഷൻ, നമ്മുടെ ജനശതാബ്ദി ഇല്ലേ അതിന്റെ ഒരു പ്രീമിയം വെർഷൻ ആണിത്. അതിനേക്കാളും പൈസയാണ്. ഫുൾ AC ആണ്. ജനശതാബ്ദി നോൺ AC ഉണ്ടല്ലോ, ഇത് ഫുൾ AC ആയിട്ടുള്ള വണ്ടികളാണ്. നമ്മുടെ കേരളത്തിലോട്ട് ശതാബ്ദി ഒറ്റയില്ല. ഇത് ഇരുന്ന് മാത്രം ചേർക്കാർ മാത്രമുള്ള ട്രെയിനുകളാണ് ശതാബ്ദി. ട്രെയിൻ എത്തി, ആളുകളൊക്കെ ഇറങ്ങാനുണ്ട്. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മളെ ട്രെയിൻ ഇതാ സൂറത്ത് സ്റ്റേഷനിലോട്ട് എത്തി. വാരണാസിയിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ ഇരുടാവാറുണ്ടായിരുന്നില്ലേ? പക്ഷെ ഇപ്പോൾ ഇവിടെ ആ ഒരു ഇരുടൊക്കെ വരുന്നേ ഉള്ളൂ. അവിടെ 5:30ക്കുള്ള ഒരു കാലാവസ്ഥ ഇപ്പൊ 6:45 ആവാറായിട്ട് ഇവിടെ വരുന്നേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. രാവിലെ അതുപോലെ തന്നെ ലേറ്റ് ആയിട്ടാണ് ഇവിടെ സൂര്യൻ ഉദിക്കുക. അതുപോലെ സൂര്യാസ്തമയം ലേറ്റ് ആയിട്ടാണ്. അപ്പൊ നമുക്കിനി 2 സ്റ്റോപ്പ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ വഡോദര എത്തും. വഡോദര നമ്മൾ ഇറങ്ങുന്നത്. ഈ ട്രെയിന് പോർബന്ദർ വരെയാണ്. നാളെ രാവിലെയാണ് ഈ ട്രെയിന് പോർബന്ദർ എത്തുന്നത്. ഈ ഒരു ശതാബ്ദി എക്സ്പ്രസ് ഇവിടുന്ന് എടുത്തു. ഇത് രാത്രി 12 മണിയുടെ മുന്നേ എന്തായാലും മുംബൈ എത്തും. കാരണം ഇത് ഡേ ടൈം മാത്രമേ ഈ ഒരു ട്രെയിൻ ഓടുള്ളൂ. ഇത് മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു പോവുക. നമ്മുടെ വന്ദേ ഭാരതൊക്കെ വരുന്നതിന്റെ മുന്നേ ഉള്ള ഒരു പ്രീമിയം ട്രെയിൻ ആയിരുന്നു ശതാബ്ദി എക്സ്പ്രസ്സുകൾ. ഇതിൽ വിസ്റ്റഡോം കോച്ച് കൂടെ ഉണ്ട്. നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ കണ്ടത് വിസ്റ്റഡോം കോച്ചാണ്. ഇതൊക്കെ നോർമൽ കോച്ചുകളാണ്. ഏറ്റവും ഫ്രണ്ടിൽ നമ്മൾ കണ്ടത് വിസ്റ്റഡോം കോച്ചായിരുന്നു. ശതാബ്ദി പോയപ്പം ആ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ നോക്കണം. അതുവഴി ഒരു മെമു വരുന്ന കണ്ടോ? സൂറത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു സിറ്റികളിൽ ഒന്നാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഇവിടെ ഈ തിരക്ക് ഇവരൊക്കെ അതിന് പോകാനുള്ളതാന്ന് തോന്നുന്നു.
മെമു ആണോ? അല്ല. അയ്യോ കോമഡി. ഗുഡ്സ് ട്രെയിനാ. നമ്മുടെ കണ്ടെയ്നർ കൊണ്ടുവന്ന ട്രെയിനില്ലേ അതാ. നമ്മുടെ ട്രെയിൻ ഇതാ സൂറത്ത് നിന്ന് എടുത്തു. എന്ത് തിരക്കാന്ന് നോക്കും ഓരോ പ്ലാറ്റ്ഫോമിലും. വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന ആളുകൾ ഉണ്ടാവില്ല, അതാ ഇത്ര തിരക്ക്. ഇവിടെ സൂറത്ത് എന്നുള്ള. അയ്യോ ഇല്ലേ, പണി കിട്ടിയോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, വിചാരിച്ചില്ല. അതാ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ട്രെയിൻ വരുന്നുണ്ട്. ലോക്കൽ ട്രെയിൻ ആണ്, ഡെമോ ആണ്. സോറി, ഡെമോ അല്ല കേട്ടോ, ഡെമോ ഡീസലാ, ഇത് മെമോ ആണ്, ഇലക്ട്രിക്കാ. അപ്പൊ ഇതിന് പോകാനുള്ളവരാട്ടോ അവിടെ നിൽക്കുന്ന മൊത്തം. യെസ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ബോഗികള്, അതായത് കോച്ചുകള് മെയിൻ്റനൻസിന് കയറ്റുന്ന സ്ഥലമാണ്. എന്തെങ്കിലും പണി, ഇലക്ട്രിക്കൽ പണികളോ അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും പണികളോ അതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ അടിയിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതും ഉള്ളിലുള്ള വർക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കൽ വർക്ക് അതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് കുറെ സ്റ്റേഷനിലോട് ചേർന്നിട്ട് ഇത്തരത്തിലുള്ള കാണാൻ പറ്റും. ഏകദേശം വഡോദര എത്താറായി. നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു തൂണുകൾ കണ്ടോ, ഇതൊക്കെ നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിന്റെ തൂണുകളാണ്. അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിനിന്റെ റൂട്ടാണിത്. അത് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച തൂണുകളാണ് ഈ കാണുന്നത്. അതിന്റെ പണി പെട്ടെന്ന് നടക്കുന്നുണ്ട്. അതിന്റെ ആദ്യത്തെ സ്ട്രെച്ചിന്റെ ഉദ്ഘാടനം ഇപ്പം അടുത്ത് ഉണ്ടാവുന്ന ഒരു ന്യൂസ് കണ്ടിരുന്നു. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ വഡോദര എത്തും. ലേറ്റ് ഒന്നുമില്ല കേട്ടോ, ഒരു 5-10 മിനിറ്റ് മാത്രമേ ലേറ്റ് ഉള്ളൂ. കാരണം നേരത്തെ ഒക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നമ്മൾ ലേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ സിഗ്നൽ കിട്ടാൻ വേണ്ടി കുറച്ചു നേരം ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്തതാ. അപ്പൊ വീണ്ടും വണ്ടി എടുത്തു. അങ്ങനെ നമ്മൾ ഇന്നലെ സന്ധ്യയ്ക്ക് 6:30 കോഴിക്കോട് നിന്ന് ആരംഭിച്ച് 1457 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇതാ നമ്മുടെ വഡോദര റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. നമ്മളിതാ വഡോദര സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. ട്രെയിൻ ഒരു 1/2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോകാം. ആദ്യം ഭക്ഷണം കഴിക്കട്ടെ. പുറത്ത് പോയിട്ട് നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടോ നോക്കാം. അകത്തെന്തായാലും ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. സോറി, പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോവാം. നമ്മളിവിടെ വഡോദര സ്റ്റേഷൻ്റെ പുറമേ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഇവിടെയൊക്കെ റിനോവേഷൻ കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് സ്റ്റേഷൻ മൊത്തം. എന്ത് ഭംഗിയാണെന്നറിയോ, എന്ത് വലിയ ഒരു സ്റ്റേഷനായിട്ടാണ് കാണുന്നത്. അവിടെ തന്നെ ഒരു ക്ലോക്കൊക്കെ വെച്ചിട്ട്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ ഇതുപോലെ അടിപൊളിയാവും.
അങ്ങനെ ഞാനിതാ റൂമിലോട്ട് എത്തിട്ടോ. ഇത് ഇവിടുത്തെ റിട്ടയറിംഗ് റൂമാണ്, അതായത് റെയിൽവേയുടെ റിട്ടയറിംഗ് റൂമാണ് നിങ്ങൾ കാണുന്നത്. എത്ര അടിപൊളിയായിട്ട് അവർ ഇത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഒരു ഗുജറാത്തി താലി ഓർഡർ ചെയ്തത്. വലിയൊരു കബോർഡിനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ അത് പനീർ മസാല ഉണ്ട്, പിന്നെ തൈര്, ഇവിടെയായിട്ടാണ് ചന മസാല, പിന്നെ സലാഡ് ഉണ്ട്. നല്ല അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നേരെ നമ്മുടെ റിട്ടയറിംഗ് റൂമിന്റെ ഭാഗത്തോട്ട് വന്നു. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് ഈ റിട്ടയറിംഗ് റൂം വരുന്നത്. ഇവിടെ തന്നെ നമുക്ക് ഡോർമെട്രി, നോൺ എ സി റൂംസ് ഒക്കെ കിട്ടും. പിന്നെ എല്ലാം കൊണ്ട് ഒരു അടിപൊളി നമുക്ക് റിട്ടയറിംഗ് റൂം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിന് 900 രൂപയാണ് ഒരു ദിവസത്തേക്ക് വരുന്നത്. ഇത് AC ആണ്, നോൺ AC ഇല്ലായിരുന്നു, അതാണ് ഞാൻ AC എടുത്തത്. ഇപ്പോൾ ഒരു കുപ്പി വെള്ളം കൂടെ കൊണ്ടുത്തന്നു. പിന്നെ നമുക്ക് കോഫി വേണമെങ്കിൽ കോഫി, ടീ വേണമെങ്കിൽ ടീ. ഇത് പാൽപ്പൊടിയാണ്. പിന്നെ ഷുഗർ, എല്ലാ സൗകര്യവും ഉണ്ട്. നമ്മൾ കോഴിക്കോട് നിന്ന് ഇന്നലെ 6 മണിക്ക് ആരംഭിച്ചൊരു യാത്രയാണ്. ഇന്നിപ്പം ഇവിടെ 10 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ കുളിക്കണം. കുളിച്ചിട്ട് ഇന്നിവിടെ റെസ്റ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് വളരെ വളരെ മനോഹരമായൊരു വീഡിയോ ആയിരിക്കും. നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു യാത്ര നല്ലൊരു യാത്രയായിരുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. ട്രെയിനിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ വെച്ച് നിർത്തിയാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അടിപൊളിയായിട്ടുള്ള റിട്ടയറിംഗ് റൂം, എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലം. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഈ ഒരു മനോഹരമായ റിട്ടയറിംഗ് റൂമിൽ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് പറയണം. അപ്പോൾ മാത്രമേ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ എനിക്കത് അപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. അപ്പം വീണ്ടും മനോഹരമായൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.